ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അവർ ഡേ ലൈഫ് ലെസൺ. അപ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോ കുഞ്ഞൂസ് ഫസ്റ്റ് ഡേ അംഗനവാടി പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലത്തെ തന്നെ ഒരു വീഡിയോ ആണ്. കാരണം കുഞ്ഞൂസ് അംഗനവാടി പോയി തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം കുഞ്ഞൂസ് വീണ് താടി പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പനിയും ചുമയും ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് നാൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇന്നാണ് പോവാനായിട്ട് റെഡി ആവുന്നത്. അപ്പോൾ കാലത്തെ അതിൻ്റെ ചെറിയ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ മാറ്റി ചേട്ടൻ പിള്ളേരായിട്ട് താഴേക്ക് പോയിരുന്നു. ഞാനാണ് ലാസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറക്കക്ഷീണം മാറിയിട്ടില്ല. തോന്നുന്നു കുഞ്ഞിച്ചേട്ടൻ തോളത്ത് കിടക്കുകയാണ്. അവളല്ലെങ്കിൽ എപ്പോഴും ചേട്ടൻ കണ്ട അപ്പം തോളത്ത് കിടക്കണം. കുഞ്ഞൂസ് പല്ലൊക്കെ തേച്ചത് ഒരു ഗ്ലാസ് പാല് കുടിച്ചുകൊണ്ട് നടക്കണതാണ് കേട്ടത്. അങ്ങനെ കൊണ്ടു നടക്കും കുറച്ച് നേരം. അവന് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയും അവന് ഗോതമ്പ് ദോശ ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാനായിട്ട് വായിൽ വെക്കുമ്പോൾ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. പറയുന്ന പോലെയൊന്നല്ല, ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. വായിലടുത്ത് വരെ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞിന്നു, ഒന്നും കഴിച്ചില്ല. അവസാനം ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് അവൻ്റെ ബാഗിൽ വെച്ച് കൊടുത്ത്. സാധാരണ അംഗനവാടി പോകുമ്പോൾ അങ്ങനെ നമ്മൾ ടിഫിനൊന്നും കൊണ്ടുപോകാറില്ല, അവരവിടെ നിന്ന് കൊടുക്കുന്നതാണ്. പക്ഷെ അവനൊന്നും കഴിക്കാത്ത. കുഞ്ഞാപ്പി അംഗനവാടി പോവാം, ഓക്കെയാണോ? ഓക്കെ. വിളിക്കരുതിട്ടാ. കുഞ്ഞൂസ് റെഡിയായി ഇതേ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ചോളാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് പാൽ കൂടെ കൊടുത്തു. അത് മാത്രമാണ് ഇൻട്രസ്റ്റിൽ കുടിക്കുള്ളൂ. അപ്പം ഞാനും പോകുന്നുണ്ട് കേട്ടോ. കാരണം അവൻ ചേട്ടൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് ബൈക്കിൽ കയറി പോവില്ല. അപ്പം അവൻ എന്നെയും കൂടി വിളിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ ചേട്ടൻ പോകുന്നില്ലെന്ന് പറയാണ്ട് കയറ്റിയിരുത്തി നോക്കി. പക്ഷെ അവൻ ആ ഗേറ്റ് കടന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും കയറി, അവളെയും കയറി. അങ്ങനെ ഞങ്ങൾ 4 കൂടി പോയത് അംഗനവാടി തൊട്ടിട്ട് തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായത് ശരിക്കും അംഗനവാടിയിലേക്കാണ് പോയതെന്ന്. ആ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ചേട്ടനെ കെട്ടിപ്പിടിച്ച് കണ്ടുപിടിക്കായിരുന്നു. പിന്നെ പുതിയ ടീച്ചറാണെന്നോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ടീച്ചറിനെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇത് പുതിയ ടീച്ചറാണെന്ന് തോന്നുന്നു. അയാൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവിടേക്ക് കയറ്റി കൊണ്ടുപോകാൻ കുറേ പാടുപെട്ടു. അതിന് തിരിച്ച് ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ പോയി. പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ സമയത്ത് അനൂട്ടി അവിടെ ഇരുന്ന് ഒരു പൂച്ചക്കുട്ടീനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൾക്ക് ഭക്ഷണം നേരം കൊടുത്തപ്പോൾ അവൾ കഴിച്ചില്ല. പിന്നെ എന്തെങ്കിലും കൂടി കൊടുക്കണം. അപ്പോൾ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ട്, അവൾക്ക് ആപ്പിൾ ഇഷ്ടമാണ്, അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്ത് പ്ലേറ്റിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അതിരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കടുക്കളയിൽ ഇച്ചിരി പണിയുണ്ടായിരുന്നു. കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചായ പിടിച്ച പാത്രങ്ങളും അതൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ചോറ് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ അവൾ നല്ല മൂഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിടിപിടിന്ന് പണികളൊക്കെ തീർക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അരി അടപ്പത്തിടാൻ വേണ്ടി അരി കൊണ്ടുപോയി അടപ്പത്തൊക്കെ ഇട്ടു. വെള്ളം തിളച്ചായിരുന്നു, അടി അടപ്പത്തിട്ടു. അത് കഴിഞ്ഞത് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ പെര അടിക്കണം തുടയ്ക്കണം അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല മുടിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞൂസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2 പേര് പടി ഉണ്ടാക്കി. ഇപ്പോൾ ഒരു നൂലോളി കഴിയേണ്ട സമയമായി. അവനില്ലാത്തതുകൊണ്ട് അവൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് 2 പേര് അടി ഉണ്ടാക്കും. സാധാരണ അങ്ങനെയാണ്, ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി 2 പേരും കൂടി അടി ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ അടിച്ചു തുടങ്ങേണ്ട ഇടയിൽ ആൾ അവിടെ നിന്ന് പോന്നു, എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കാണ് ചുറ്റിപ്പറ്റി. അങ്ങനെ അടുത്ത കൂടെ നടന്നു കഴിയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മൾ അടുത്തുണ്ട്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു വട്ടയപ്പം ഇന്നലെ ആൻറ്റി വന്നപ്പോൾ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ വട്ടയപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിലൊന്ന് ഉറക്കി കിടത്തിയിട്ടോ, ജസ്റ്റ് ഒന്ന് ഉറക്കി കിടത്തി അവളെ. അത് കഴിഞ്ഞപ്പോൾ പപ്പടം വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പപ്പടം വറുത്തു. ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പെട്ടെന്ന് ഉറക്കം വന്ന ഒന്ന് ഒരോളി കഴിഞ്ഞ് അങ്ങോട്ട് ഉറങ്ങിയ ആൾ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്ന് സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സെറ്റിയിൽ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചേക്കായിരുന്നു. ഞാനിവിടെ തുടയ്ക്കുന്ന സമയത്ത് എല്ലായിടത്തും സെറ്റിയുടെ മുകളിൽ കയറ്റിയിട്ടേക്കായിരുന്നു.
അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആളെ എഴുന്നേറ്റു. അധികം സമയം എടുത്തില്ല, ആളെ എഴുന്നേറ്റു. ഞാൻ അവൾക്ക് ഫുഡ് വാരി കൊടുത്ത് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ചേട്ടായി വരും. അവൻ ഡേസിൻ്റെ പോയി കൊണ്ടുവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പണികളാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.